ഹായ് ഗായ്സ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് മഹേഷ് നാരായൺ ഡയറക്ട് ചെയ്ത ലാലേട്ടൻ, മമ്മൂക്ക, ചാക്കോച്ചൻ, ഫഹദ് ഫാസിൽ, നയൻതാര, ദർശന രാജേന്ദ്രൻ, അങ്ങനെ ഒരു ഭയങ്കര വലിയ താരനിരയുള്ള ഒരു സിനിമയാണ് പാട്രിയോട്ട്. രാവിലെ തന്നെ, ആക്ച്വലി ഇന്ന് അവധിയാണ്, സോ രാവിലെ തന്നെ 9:10 ഫസ്റ്റ് ഷോ തന്നെ കണ്ടിരിക്കുകയാണ്. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 3 മണിക്കൂറുണ്ട് സിനിമ. ഒരു ഭയങ്കര പ്ലോട്ട് ഡ്രിവൺ സിനിമയാണ്. ഇതിനകത്തൊരു ഭയങ്കര മാസ് എലമെന്റ്സോ എലിവേഷൻ സീനോ അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്ലോ മോഷൻ സീൻസോ ഒരുപാട് സ്ലോ മോഷൻ സീനോ ഒന്നുമില്ല. ഇതിനകത്തൊരു പ്ലോട്ട് ഉണ്ട്. ആ പ്ലോട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ ആ ഒരു പ്ലോട്ടിന്റെ ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു മൂഡ് അവർ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് ആ ഒരു മൂഡിനൊപ്പം ഈ സിനിമ കൊണ്ടുപോകാം. അതിപ്പം ആ ഒരു ഗ്രേഡിങ് ആണെങ്കിലും ആ ക്യാമറ വർക്ക് ആണെങ്കിലും മ്യൂസിക്, സുഷിൻ ശ്യാമാണ് മ്യൂസിക് ആണെങ്കിലും എല്ലാം കിഡിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് ചെയ്യുന്നത് മഹേഷ് നാരായണൻ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ. 2 പേരുണ്ട്, മറ്റേയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. മഹേഷ് നാരായണനും എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്, പുള്ളിയാണ് ഡയറക്ടർ. സോ when the director becomes an editor, it's a beautiful to watch on screen. And ഈ സിനിമയിലും അത് ഭയങ്കര രസമുണ്ട് കാണാൻ. ലാലേട്ടൻ, മമ്മൂക്ക വരുന്ന ഫ്രെയിമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. പിന്നെ ഇതേപോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ ഒരു ത്രില്ലർ ജോണർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലോട്ട് ഡ്രിവൺ ആയിട്ടുള്ള സിനിമകൾ കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇതിനകത്ത് അവർ അങ്ങനെ ഭയങ്കര പ്ലോട്ട് ഡ്രിവണും ആക്കിയില്ല. അതിനകത്ത് അവർ കമേഴ്ഷ്യൽ എലമെന്റ്സ്, ആക്ഷൻ ആണെങ്കിലും ആ ഒരു മൂഡ് അവർ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനകത്തോട്ട് ആക്ഷൻ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടുന്നിടത്ത് ആ ഒരു എലിവേഷൻ അവർ ഭയങ്കര ഹൈ അല്ലാതെ ആ ഒരു റിക്വയർഡ് എലിവേഷൻ എല്ലാ ക്യാരക്ടേഴ്സിനും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ലാല ക്യാരക്ടർ ഭയങ്കര ഇൻട്രോ ഒന്നും ആർക്കും ഇല്ല, പക്ഷെ അവരുടെ ഒരു ഓറ ഉണ്ടല്ലോ. ഇപ്പൊ ലാലേട്ടൻ, മമ്മൂക്ക, ഓൾസോ നയൻതാര ഈസ് ഇറ്റ്സെൽഫ് എ സൂപ്പർ സ്റ്റാർ ആൻഡ് ഷീ പ്രൂവ്ഡ് ഹെർസെൽഫ് ഓൾറെഡി. ബട്ട് പുള്ളിക്കാരിയുടെ ഒരു സീനുണ്ട്, ഒരു സിമ്പിൾ ഇൻട്രോ ആണ് പുള്ളിക്കാരി. സീറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രോ ആണ് പുള്ളിക്കാരിയുടെ. ആ ഇൻട്രോ ആ ഒരു ഫ്രെയിമിൽ അല്ലെങ്കിൽ ആ ഒരു സീനിൽ അവരുടെ ഒരു ഓറ ഉണ്ടായിരുന്നു. ആ ഒരു മ്യൂസിക്കും അതിൻ്റെ കൂടെ അവരുടെ ഒരു ഓറയും കിട്ടില്ലായിരുന്നു. സോ കഥയിലോട്ട് വന്നാൽ ഞാൻ ഒരുപാട് കഥ പറയുന്നില്ല. ഈ ട്രെയിലർ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സ്പൈ സോഫ്റ്റ്വെയർ ഇന്നത്തെ പ്രീ റിലീസ് ട്രെയിലറും തന്ന ഒരു പ്രിമൈസ് മാത്രമേ ഞാൻ പറയാം. ഇന്നത്തെ കാലത്ത് നമ്മളൊരു മൊബൈൽ എടുത്ത് ഒരു ലിങ്ക് നമ്മുടെ മൊബൈലിലോട്ട് വരുമ്പോൾ നമ്മൾ 10 വട്ടം ആലോചിക്കണം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ്. ബിക്കോസ് ഒറ്റ ക്ലിക്ക് മതി ജീവിതം മാറിയും. സോ അത് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സ്പൈ സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ എക്യുപ്മെന്റ്, അത് നമ്മൾ എവിടെ വേണമെങ്കിലും വെക്കാമല്ലേ. പക്ഷെ ആ ഒരു എക്യുപ്മെന്റ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഭയങ്കരമായ റിസ്ക്. ആ റിസ്ക് ഒരാളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു കോമണർ മാത്രമല്ല, ആരായാലും ആയിക്കോട്ടെ, അയാളുടെ പ്രൈവസിയിലോട്ട് ബ്രീച്ച് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റിസ്ക് എങ്ങനെ ആയിരിക്കും. ആ ഒരു സംഭവത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് എ റീസൺ ഹി ഹാസ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ദാറ്റ് ഫൈറ്റ്. ആൻഡ് ആ ഫൈറ്റിൽ ഇൻവോൾവ് ആയതുകൊണ്ട് മാത്രം പുള്ളിയെ ഒരു ദേശദ്രോഹിയായി മുദ്ര ചാർത്തപ്പെടുന്നതും, പുള്ളി ആ ഫൈറ്റ് തുടരുന്നോ, പുള്ളി ആ ഫൈറ്റ് ജയിക്കുമോ, എങ്ങനെ പുള്ളി ജയിക്കും എന്നൊക്കെ ഉള്ളതാണ് സിനിമയുടെ കഥ. പെർഫോമൻസ് ഞാൻ ആക്ച്വലി പെർഫോമൻസ് അവരുടെ റേറ്റ് ചെയ്യാനുള്ള ആളൊന്നും അല്ല. എനിക്ക് ഒരു അർഹതയില്ല. എനിക്ക് എല്ലാവരും കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഈ സിനിമ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു ഫ്രെയിമിൽ കാണുക എന്നുള്ളത്. അത് കണ്ടു.
എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ഓഫ് ഒരു സെൻട്രൽ ഞാൻ പറഞ്ഞില്ല പ്ലോട്ട് എന്നാണ്. പിന്നെ ഈ പ്ലോട്ടിന്റെ സെൻട്രൽ ക്യാരക്ടർ മമ്മൂക്കയാണ്. അപ്പൊ മമ്മൂക്ക സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള പ്ലോട്ട് മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിൽ ലാലേട്ടൻ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ അപ്പിയറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു എനിക്കൊന്ന് സെക്കൻഡ് ഹാഫിലോട്ടാണ് ലാലേട്ടൻ വരുന്നത്. കിഡിൽ ഇന്റർവെൽ ആണ് ഇതിനകത്ത്. ഇന്റർവെലിന്റെ ഒരു ഫൈറ്റും ആ ഫൈറ്റിനെ ഫോളോ ചെയ്തൊരു ഒരു ഇന്റർവെൽ ബ്ലോക്ക് ആണ്. ദാറ്റ് വാസ് ആക്ച്വലി പ്രിറ്റി മച്ച് ഗുഡ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു ഹൈ തന്നിട്ട് നമുക്ക് സെക്കൻഡ് ഹാഫിന് വേണ്ടിയുള്ള ഒരു എക്സൈറ്റ്മെന്റ് തന്നിട്ടാണ് ആ ഒരു ഇന്റർവെൽ അവിടെ ബ്ലോക്ക് വരുന്നത്. അപ്പൊ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ മൊത്തത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഫഹദാണെങ്കിലും ചാക്കോച്ചനാണെങ്കിലും. ഫഹദാണ് ആക്ച്വലി ഇതിനകത്ത് ഒരു വില്ലൻ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് വില്ലൻ ക്യാരക്ടർ പുള്ളിയാണ്. പിന്നെ പുള്ളിയുടെ അച്ഛൻ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് എനിക്കൊന്ന് അച്ഛൻ എനിക്ക് പുള്ളിക്കാരൻ്റെ ആക്ടറിന്റെ പേര് ഞാൻ ഇവിടെ നോക്കിയിട്ട് കിട്ടില്ല. പുള്ളിക്കാരനെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസിലിനും പറയണ്ടല്ലോ, പൊളിയാക്കിയിട്ടുണ്ട്. സോ മൊത്തത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം, ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഇഷ്ടപ്പെടാം. അപ്പം നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. സിനിമ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള തിയേറ്ററിൽ സിനിമ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടം പോയി കാണുക. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള ഇനിയുള്ള വീഡിയോസ് നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.